കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം നിരാശ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങളെല്ലാം തന്നെ പോസ് ചെയ്തു എന്ന തരത്തിലുണ്ടായിരുന്ന ഒരു വാർത്ത. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന മാർക്കസ് മിർലാവ് ആയിരുന്നു. അദ്ദേഹം ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ആരാധകൻ്റെ സംശയത്തെ തുടർന്ന് തന്നെയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിനോടുകൂടി തന്നെ ഒരുപാട് ആശങ്കകൾ തന്നെയായിരുന്നു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ISL നടക്കുമോ എന്ന തരത്തിലൊക്കെ തന്നെ. നിലവിൽ പുറത്തേക്ക് വരുന്ന പല റിപ്പോർട്ടിൻ്റെ ബേസിസിലും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ISL 12ാം സീസൺ എന്തായാലും നടക്കും. ആ ഒരു കോൺട്രാക്റ്റ് ഒന്നെങ്കിൽ അതായത് FSDയിലുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലീഗ് സ്ഥിരമായി നടക്കുന്ന പോലെ തന്നെ നടന്നു പോകുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഡിസംബറിന് മുന്നോടി തന്നെ ഈ ഒരു ലീഗ് ടൂർണമെൻറ്റ് തീർത്തതിന് ശേഷം പുതിയൊരു എന്താ പറയുക, ഒരു സ്പോൺസേഴ്സിനെ തേടുക തന്നെയായിരിക്കാം ഒരുപക്ഷെ AFF നടത്തുക. അവർ അല്ലെങ്കിൽ അടുത്തൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും FSDയിൽ നിലനിർത്തുക തന്നെയായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിക്ക് നല്ലതെന്ന് തന്നെയാണ് ഭൂരിഭാഗം ആരാധകരുടെയും ആഗ്രഹമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് അതോടൊപ്പം തന്നെ പുറത്തേക്ക് നമുക്കെല്ലാവർക്കും അറിയാം, ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തങ്ങളുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ പോസ് ചെയ്തെന്ന തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങൾക്കിപ്പുറം പുതിയൊരു വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ മാർക്കറ്റ് പോലെയുള്ള ഒരു പ്രശസ്ത അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തന്നെയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ റിലയബിൾ സോഴ്സിൽ തന്നെയാണ് ഈ ഒരു വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമർ താരം, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISL 2016-17 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ അംഗമായിരിക്കുകയും അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് മുംബൈ FC, അതായത് മുംബൈ സിറ്റി FC അല്ല, മുംബൈ FC എന്ന് പറയുന്ന മറ്റൊരു ടീമിലേക്ക് ലോണിന് പോവുകയും പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ തിരിച്ചെത്തുകയും പിന്നീട് ISL ജംഷഡ്പൂർ FC, അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി FC, നിലവിൽ ചെന്നൈയിൻ FC തുടങ്ങിയ ISL ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു താരമാണ് ഫറൂഖ് ചൗധരി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ISL അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ പല മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ഫറൂഖ് ചൗധരി എന്ന് പറയുന്ന താരം. ISL പക്ഷേ ISL വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം. നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 67% കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു താരം എത്തുവാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഈ ഒരു താരത്തിന് പിന്നാലെ ഉള്ളത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സൈനിങ് പ്രപ്പോസൽ നൽകിയിട്ടുള്ളത്. FC ഗോവയുടെ കോച്ചായിട്ടുള്ള മനോല മാർക്കസിനും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ FC ഗോവയ്ക്കുമുണ്ട്. അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി FC തുടങ്ങിയ ടീമുകളും, മുംബൈ സിറ്റിയും ബംഗളൂരു FC തുടങ്ങിയ ടീമുകളും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ആഗ്രഹം വെച്ച് പുലർത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്നൊരു സംശയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ട്. ഈ ഒരു താരത്തെ ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പല ആരാധകർക്കും ഒരു മുഖച്ചുളിവ് വന്നിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഒരു ഒരു പ്ലെയറാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ റേറ്റഡ് പ്ലെയർ ഒന്നുമല്ല, എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത തരത്തിൽ തന്നെ ISL പല മത്സരങ്ങളും ഇദ്ദേഹം ബൂട്ടണിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെന്നൈയിൻ FCക്ക് വേണ്ടി അത് അദ്ദേഹം പല മത്സരങ്ങളിലും കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞു പോയൊരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ടീം വിട്ടു പോയിട്ടുണ്ടായിരുന്ന മലയാളി താരമായിട്ടുള്ള രാഹുൽ KP, അദ്ദേഹം ഒരു വിങ്ങറായിരുന്നു, അതായത് ഒരു അറ്റാക്കിംഗ് സോൺ പൊസിഷനിൽ കളിക്കുന്ന താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ടാണോ ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നതെന്നും അറിയത്തില്ല. കാരണം ഇദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങറും റൈറ്റ് വിങ് പൊസിഷനിലും കളിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും. അതിനാൽ തന്നെ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവുന്നത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് മിഡ്ഫീൽഡ് പൊസിഷനിലും കളിക്കുവാനായിട്ട് സാധിക്കും, ലെഫ്റ്റ് മിഡായിട്ടും ഇദ്ദേഹത്തിന് കളിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും ഒരു ഇഞ്ചുറി കൺസേൺ ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് 28 വയസ്സ് മാത്രമാണ് നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് കുഴപ്പമില്ലാത്ത നല്ലൊരു ഡീൽ തന്നെയായിരിക്കും. ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച ബാക്കപ്പ് ഓപ്ഷനായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇദ്ദേഹം മിന്നി തിളങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പിലും ഇദ്ദേഹത്തിന് അവസരം ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ.